ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയം മുൾമുനയാൽ ചുറ്റപ്പെട്ട് ദൈവസ്നേഹാഗ്നിയാൽ കത്തിജ്വലിക്കുന്ന ഹൃദയമാണത്. സ്നേഹത്തിന്റെ കരകാണാൻ കടലും അനുഗ്രഹങ്ങളുടെ പറ്റാത്ത ഓർമ്മയുമാണ് ഈശോയുടെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം. നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ ഇറക്കി വെക്കാനുള്ള ഏക അത്താണി അത് ഈശോയുടെ ഹൃദയമാണ്. നമ്മുടെ ജീവിതഭാരങ്ങളും ജീവിത ദുഃഖങ്ങളും ഒക്കെ ആ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയം അത് ഈശോയുടെ മുറിയപ്പെട്ട ഹൃദയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുകയാണ്, അവന്റെ പാർശ്വത്തിൽ കുന്തം കുത്തിയിറക്കപ്പെടുന്ന രംഗം. ദൈവത്തിന് മനുഷ്യമക്കളോടുള്ള അനന്ത സ്നേഹത്തിന്റെ ആ മുറിപ്പെടലിന്റെ ആഴം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി മുറിവുകൾ ഏറ്റുവാങ്ങുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയവുമായി താതാത്മ്യപ്പെടുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ വളരെയേറെ സ്നേഹങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. അപ്പൻ്റെ, അമ്മയുടെ, സഹോദരങ്ങളുടെ, കുടുംബാംഗങ്ങളുടെ, സുഹൃത്തുക്കളുടെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ ഒക്കെ സ്നേഹം അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആരുടെ സ്നേഹമാണ്? ആരൊക്കെ നമുക്ക് വേണ്ടി മുറിവുകൾ ഏറ്റെടുത്തിട്ടുണ്ടോ, ആ മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരുടെ സ്നേഹമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത്. നമ്മുടെ അമ്മയുടെ സ്നേഹം അത് ഒരു മുറിപ്പെടലിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹവും ഒരു പ്രത്യേക ബന്ധങ്ങളുമായ സ്നേഹമാണ് അമ്മയുടെ സ്നേഹം. ഇതുപോലെ ഈശോയുടെ സ്നേഹം ഒരു മുറിപ്പെടലിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈശോയുടെ സ്നേഹവും ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹമാണ് എന്നത്. മറ്റ് സ്നേഹങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവും. എന്നാൽ നിത്യമായ സ്നേഹം അത് ഈശോയുടെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴം, ആ മുറിപ്പെടലിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ തിരുഹൃദയത്തിലേക്ക് നാം കടന്നു ചെല്ലണം. മറ്റുള്ളവർക്ക് വേണ്ടി മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, മറ്റുള്ളവരുടെ സഹനങ്ങൾ നമ്മുടെ സഹനങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ പോലെ നമുക്ക് മുറിയപ്പെടാം. ഈ തിരുഹൃദയ നാളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാം പൂർത്തിയായി. പ്രത്യേകമായി പറഞ്ഞാൽ അത് പൂർത്തീകരണത്തിൻ്റെ ഒരു പരിപാവന സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമാണ് എങ്കിൽ തിരുഹൃദയം എല്ലാം പൂർത്തിയാക്കിയതിൻ്റെ പരിപൂർണ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഹൃദയം കുത്തിത്തുറച്ചവനും, ദാഹജലത്തിനു പകരം വിനാഗിരി കൊടുത്തവനും, ചമ്മട്ടി കൊണ്ടടിച്ചവനും, മുഖത്ത് കാക്കിച്ച് തുപ്പിയവനും, തലയിൽ മുൾമുടി ധരിപ്പിച്ചവനും തന്നെ നൽകുന്ന പരിപൂർണ സ്നേഹത്തിൻ്റെ പ്രതീകം. എല്ലാവർക്കും തിരുഹൃദയ തിരുനാൾ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ. സ്തുതിയായിരിക്കട്ടെ.